മുഖത്തൊക്കെ ഇത് എന്തുവാ ഇത്? ഇവിടെ ഇരുന്ന് കറക്കിക്കോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ക്രിസ്മസ് പരീക്ഷയിലെ മലയാളവും ഇംഗ്ലീഷും പരീക്ഷ കഴിഞ്ഞ് ക്ഷീണിച്ച് എൻ്റെ കുഞ്ഞ് വന്നിരിക്കുക. നാളെ കണക്കിന്റെ പരീക്ഷയാണ് 1 to 20. കുഞ്ഞിനറിയത്തില്ലേ? അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറേ പണിയായിരുന്നു. ഇതേ കൈയും കാലും ഒക്കെ അഴുക്കാണ്. പണിക്കിടയിൽ ഓടി വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞില്ല, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്കത് പറയാനുള്ള സമയം കിട്ടത്തില്ല. പണി ഉണ്ടായിരിക്കും. അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ കിടുമോനെ ഞാൻ എടാ എന്ന് വിളിച്ചപ്പോൾ അവൻ വല്ലാണ്ട് ഇമോഷണലായി. അങ്ങനെ വിളിക്കരുത്, എടാ പോടാ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിന് മുന്നേ വിളിക്കുമായിരുന്നു, അതിന് ശേഷവും വിളിക്കുമായിരുന്നു. അപ്പോൾ അന്ന് അത്ര അവൻ ഇമോഷൻ ആവാൻ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നതിന് തൊട്ട് മുന്നേ അവനിങ്ങനെ ഫോണിൻ്റെയൊക്കെ പേരിൽ കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് മൊബൈൽ വേണം. നമ്മൾ സ്ക്രീൻ ടൈം വളരെ കുറവേ കൊടുക്കത്തുള്ളൂ. പരമാവധി അവൻ്റെ കൂടെ കളിക്കുകയും അവൻ മുറ്റത്തും പറമ്പിലും അല്ലെ പട്ടിയുടെയും കോഴിയുടെയും ഒക്കെ കൂടെ ഇങ്ങനെ കളിക്കുന്നതാണ് പരിപാടി. അപ്പോൾ അവിടെ അച്ഛൻ്റെയും ചാച്ചൻ്റെയും അമ്മയുടെയും ഫോണിന് ലോക്കില്ല. അപ്പോൾ ഞാനും ജോലി തിരക്കിലൊക്കെ ആയിരുന്നപ്പോൾ ഇവൻ ഇടയ്ക്കെല്ലാം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. ഒരു അത്യാവശ്യം കുറച്ച് നേരമൊക്കെ കളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു സമയത്തിൽ കൂടുതലായപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ ഇത് വാങ്ങിച്ചു വെച്ചു. അതിൻ്റെ പേരിൽ അവൻ കുറച്ച് നേരം കരഞ്ഞു. ഒന്ന് കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെക്കനെ കാണുന്ന എല്ലാത്തിനും അവൻ കരയും. അപ്പോൾ അതുകൊണ്ടാണ് അവൻ അന്നേരം പറയുന്നുണ്ടായിരുന്നല്ലോ ഫോൺ ഓഫ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞതും ഒക്കെ അതിനിടയ്ക്ക് പറഞ്ഞതാണ്. അതിൽ കരഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ് ഞാനപ്പോൾ അവനെ ഇടാതെ വിളിച്ചപ്പോഴത്തേക്ക് അത് അവന് വല്ലാണ്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ കുറേ കമൻറ്റ്, മോനെ സൗണ്ട് ഉണ്ടാക്കാൻ നോക്കളെ, ആ വീഡിയോയുടെ താഴെ കുറേ കമൻറ്റ് കണ്ട് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അമ്മയെ പറ്റിയായിരുന്നു. കുഞ്ഞിൻ്റെ അമ്മയെ പറ്റി എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ മാറി നിൽക്കുന്നത്, അച്ഛനും അമ്മയും അടുത്തില്ലാത്തതുകൊണ്ട് അവന് എന്തെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കുറേ കമൻറ്റുകൾ. അപ്പം ഞാൻ ആദ്യം 1-2 കമൻറ്റ് ഒന്ന് ചോദിച്ചാൽ പോട്ടെ, അത് സാരമില്ല, അങ്ങനെ ഞാനങ്ങ് വിട്ടതായിരുന്നു. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് കമൻറ്റിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒന്നൊന്നായിട്ട് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഏതൊരു അമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് ആ കമൻറ്റുകളുടെയൊക്കെ നീളവും വീതിയും അർത്ഥങ്ങളും കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, വരുന്ന കമൻറ്റ് എനിക്ക് ഞാനൊരു 80 കമൻറ്റോളം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 80 കമൻറ്റോളം. കാരണം ഞാനത് ശ്രദ്ധിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് 300 ചില്ലുവാനം കമൻറ്റ് നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ 200 ചില്ലുവാനത്തേക്ക് അത് താഴ്ന്നിട്ടുണ്ടായിരുന്നു. അത്രയും കമൻറ്റുകൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. കിടു എന്ന് പറയുന്നത്, അപ്പോൾ ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കാം കമൻറ്റ് ഇട്ടത് കൂടുതലും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം പുതിയതായിട്ട് ചാനൽ കാണുന്നവരോട് പറയുന്നത് എന്താ വെച്ചാൽ, ഇത് എൻ്റെ ആങ്ങള, അതായത് ഞാൻ അണ്ണാണി എന്ന് വിളിക്കുന്ന എൻ്റെ ഒരേ ഒരു ആങ്ങളയുടെ കുഞ്ഞാണ്. ഇത് കിടു. ഇവൻ്റെ പേര് ഭഗത്ത് എന്നാണ്. ഇപ്പം 4.5 വയസ്സായി. ഇവൻ ഉണ്ടായപ്പോൾ തൊട്ട് ഇവിടെ തന്നെയാണ്. കുഞ്ഞുണ്ടായി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ്റെ അമ്മ, അമ്മു എന്ന് വിളിക്കുന്ന, ഇപ്പം മലപ്പുറത്തുള്ള ഇവൻ്റെ അമ്മ, അതായത് എൻ്റെ നാത്തൂൻ, ഞാനും കൂടെ മുൻകൈ എടുത്തിട്ടാണ് അവളെ പഠിക്കാൻ വിടുന്നതും. ഇവള് ഇവിടെ അതായത് +2 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് 1 വർഷത്തോളം ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ BA ഡാൻസ് ഭരതനാട്യം ചേർന്നു. പക്ഷേ പിന്നീട് അപ്പൻഡിക്സിൻ്റെ അസുഖമൊക്കെ വന്ന കാരണം അവൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ ഉടനെ കല്യാണമായിരുന്നു. ഞാൻ MSc B.Ed വരെ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. പക്ഷേ എനിക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, വിദ്യാഭ്യാസ യോഗ്യത എനിക്ക് MSc B.Ed ആണ്. ഞാൻ കുറേ വർഷം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏതൊരു സമയവും എനിക്കിപ്പോൾ സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു പ്രശ്നമോ വന്നാൽ എനിക്കൊന്ന് ജോലിക്ക് കയറണമെന്ന് പറഞ്ഞാൽ 100% എനിക്ക് ജോലിക്ക് കയറാനുള്ള കോൺഫിഡൻസും ഉണ്ട്. അതിനപ്പുറം ക്വാളിഫിക്കേഷനും ഉണ്ട്. കോൺഫിഡൻസ് മാത്രം പോരാ, ക്വാളിഫിക്കേഷനും കൂടെ വേണം. എനിക്കതുണ്ട്. അപ്പോൾ എൻ്റെ നാത്തൂൻ +2 യോഗ്യത മാത്രമായിട്ട് അവളിവിടെ ബുദ്ധിമുട്ടിയിരുന്ന് വീട്ടിലെ പണിയും ചെയ്ത് അങ്ങനെ ഇരിക്കുകയല്ല വേണ്ടത് എന്നുള്ളത് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഞാനും എൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അങ്ങനെ വീട്ടിലിരുന്ന് പണിയെടുത്ത് കൊച്ചിനെ നോക്കിയിരിക്കേണ്ട അവൾക്ക് ഞങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ആള് ഒരു മിനിറ്റ് മറക്കേക്കളെ, ജാനു വന്ന് വാതിലെ മുട്ടിയതാണ്. അപ്പോൾ മോനെ ഒച്ചുണ്ടാക്കല്ലേ, പൊന്നുമോനല്ലേ. അപ്പോൾ ഞാനും കൂടെ, ഞങ്ങളെല്ലാവരും കൂടെ അവളെ പിന്നെ എടുത്തൊരു തീരുമാനത്തിലാണ്. ഇവൻ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ഇവിടെ അടുത്തൊരു കോളേജിലാണ് BA ഇംഗ്ലീഷ്. പക്ഷേ അവളുടെ കോളേജിൻ്റെ ക്ലാസ് തീരുവേ ആ കോളേജ് പൂട്ടുകയൊക്കെ ഒരുമിച്ചായിരുന്നു. അത് വേറൊരു കാര്യം. അപ്പോൾ അവൾ കോളേജിൽ പോയ സമയത്തൊക്കെ കുഞ്ഞിനെ നോക്കിയത്
ഇതിനെ നോക്കിയത് കൂടുതലും നോക്കിയത് അമ്മയാണ്. അതായത് അവളുടെ അമ്മായിയമ്മ, ഇവൻ്റെ അമ്മൂമ്മ, എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ നോക്കിയത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാനും ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കും പറ്റത്തില്ലായിരുന്നു ഇവനെ നോക്കാൻ, അങ്ങനെ പൂർണ്ണമായിട്ടും ഇരുന്ന് നോക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വീട് വേറെ വാടകയ്ക്ക് മാറേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. ഇത് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം എനിക്ക് മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കൂടുതലും നോക്കിയത് അമ്മയാണ്. അമ്മയ്ക്കോ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ തോന്നും എന്തുകൊണ്ട് അമ്മൂൻ്റെ അമ്മ നോക്കിയില്ല എന്ന് തോന്നും. അന്നൊക്കെ അമ്മ ഹോം നേഴ്സിൻ്റെ ജോലിക്ക് പോകുന്നുണ്ട്. അവർക്കും ബാധ്യതകളും പ്രശ്നങ്ങളും ദിവസ ചിലവൊക്കെ കഴിഞ്ഞു പോകണമല്ലോ. അപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അമ്മൂൻ്റെ അമ്മ ഹോം നേഴ്സിൻ്റെ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീട് അടഞ്ഞു കിടക്കുക, മലപ്പുറത്തെ വീട് അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ആളുടെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കൊണ്ട് മാത്രം ഒന്നും ആകത്തില്ല. അപ്പോൾ കുഞ്ഞിത്തിരി കൂടെ വലുതായല്ലോ. ഇവനെ ഇവിടെ സ്കൂളിൽ ചേർത്ത സമയത്ത് തന്നെയാണ്. അപ്പം തുടർ പഠനത്തിന് വേണ്ടിയിട്ട് MA പഠിക്കാൻ ഇവിടെ എങ്ങും അടുത്ത കോളേജിലൊന്നും കിട്ടിയില്ല. കോളേജിലൊന്നും അതിനുള്ള വേക്കൻസി ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. പോണോ വേണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അമ്മൂൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടെന്ന് പറഞ്ഞാൽ ഹോം നേഴ്സിൻ്റെ ജോലി നിർത്തി. മണിയമ്മയുടെ നട്ടല്ല, അതായത് മണിയമ്മയെന്ന് ഞങ്ങൾ വിളിക്കുന്നത്. നട്ടലെന്ന് പറഞ്ഞാൽ ചെറിയൊരു നേർത്തൊരു ഞരമ്പും കൂടെ ഉള്ളൂ, നൂല് പോലെ ആയിരിക്കുകയാണ്. അത് ഏത് സമയവും അത് പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മണിയമ്മ, ഞാൻ തുറന്നു പറയാം, മണിയമ്മ പിന്നെ ഒരു കിടപ്പ് രോഗിയെ പോലെ കിടക്കുക എന്നല്ലാണ്ട്. കാരണം ഇപ്പം ഇരിക്കുന്നിടത്തും നമ്മളാരിലും പിടിച്ച് വേണം എണ്ണീപ്പിക്കാൻ. ഇരിക്കണമെങ്കിൽ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളിടത്ത് നമ്മളെല്ലാവരും എടുത്തൊരു തീരുമാനമാണ്, അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അമ്മയുടെ വീട്, അമ്മയുടെ ഭർത്താവ് അത്ര കൊതിയോടുകൂടി വാങ്ങിച്ചു കൊടുത്ത വീട്, സ്ഥലമാണത്. ആ വീട് ഇങ്ങനെ അനാഥമായിട്ട് ഇടാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യമുണ്ട്. പിന്നെ അമ്മൂന് PGക്ക് കിട്ടിയത് മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്തെ കോളേജിൽ അവൾ നിന്നുകൊണ്ട് അവിടെ അമ്മയുടെ കൂടെ നിൽക്കുന്നതിന് ഇപ്പം എന്താ പ്രശ്നം? എല്ലാവരും മാതൃത്വത്തിൻ്റെ കാര്യം പറയുന്നു. അമ്മൂൻ്റെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അമ്മൂൻ്റെ കുഞ്ഞെന്നുള്ള ഒരു മാതൃത്വത്തെ പറ്റി എല്ലാവരും പറയുമ്പോൾ അതേപോലൊരു മാതൃത്വമാണ് അമ്മൂൻ്റെ അമ്മയും തമ്മിലുള്ളത്. അവിടെ അമ്മയെ അവൾ ഈ ഒരു പ്രായത്തിൽ പൊന്നുപോലെ നോക്കുന്നു. അതിന് ഞങ്ങൾ വീട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. അവളുടെ ഭർത്താവിനും കുഴപ്പമില്ലെങ്കിൽ അതൊരു നല്ലൊരു ബന്ധമല്ലേ, അതൊരു നല്ലൊരു കാര്യമല്ലേ. പിന്നെ എന്തുകൊണ്ട് കുഞ്ഞിനെ അവിടെ കൊണ്ട് നിർത്തിക്കൂടാ, അമ്മൂൻ്റെ കൂടെ നിർത്തിക്കൂടാ എന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് അമ്മൂന് പോകുന്ന സമയവും ഇവൻ്റെ സ്കൂളിൻ്റെ ടൈമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവനെ ആ സമയത്ത് അമ്മ അവിടെ കോളേജിൽ ചേരുന്ന സമയത്ത് ഇവൻ അംഗൻവാടി കൊണ്ടുവിടാനോ നേരത്തെ കോളേജിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ കൂട്ടിക്കൊണ്ടുവരാനോ ഒന്നും മണിയമ്മയ്ക്ക് അത്രയും നടക്കത്തില്ല. കൂട്ടിക്കൊണ്ട് വന്നാൽ തന്നെ പിന്നീട് ഇവൻ ഭയങ്കര കുസൃതിയാണ്. ഇവൻ്റെ പുറകെ ഓടാനോ ഒന്ന് വീണാലൊന്ന് എടുത്തെണ്ണീപ്പിക്കാനോ ഒന്നും മണിയമ്മയ്ക്ക് പറ്റത്തില്ല. അങ്ങനെ കുനിയോ നിവരോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, മണിയമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടാണ് അവൾ കോളേജിൽ പോകുന്നത്. ബാക്കി കാര്യങ്ങൾ തിരിച്ചു വന്നിട്ടാണ് ചെയ്യുന്നത്. അത്രയ്ക്കും വയ്യ. നമ്മൾ കാണുമ്പോൾ അല്ലെ വീഡിയോയിൽ, ഇപ്പോൾ അവർക്കൊരു ചാനലുണ്ട്, വീഡിയോയിൽ കാണുമ്പം നമ്മൾ വർത്താനം പറയുന്നു അല്ലെ ഇരിക്കുന്നു എന്ന് കരുതി ആൾക്ക് ആരോഗ്യം ഉണ്ടെന്നല്ല, നല്ലോണം ബുദ്ധിമുട്ടാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്നില്ല, കിടന്നു കഴിഞ്ഞാൽ ആ കിടപ്പാണ്. ഒന്ന് എണ്ണീക്കണേ തന്നെ കുറച്ച് സമയം എടുക്കും. എണീറ്റിരുന്ന് കഴിയുമ്പോൾ ഈ നടുവേദന കാരണമാണ് ഒന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുവോ അല്ലെ പോവോ ചെയ്യാത്തത്. മണിയമ്മ വർഷങ്ങളായിട്ട് ഇപ്പോൾ കാണിക്കുന്ന മലപ്പുറത്തൊരു ഡോക്ടറെയാണ്. ഇവിടെ വന്ന് നിന്നാൽ പിന്നെ ആശുപത്രിയിൽ പോക്കും വരവും എല്ലാം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. മാത്രമല്ല മാറി നിൽക്കാൻ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായ കാര്യങ്ങളാണ്. പ്രായം കൂടുന്തോറും ഓരോരുത്തർക്ക് വാശി കൂടാം, നിർബന്ധങ്ങൾ കൂടാം. മോനെ സൗണ്ട് അപ്പയുടെ പൊന്നല്ലേ. പിന്നെ പരമാവധി അപ്പം വാശി നമുക്ക് പ്രായം കൂടുന്തോറും ചിലർക്ക് തോന്നും, നിർബന്ധങ്ങളൊക്കെ തോന്നും. അപ്പം മണിയമ്മയ്ക്ക് അവിടെ നിൽക്കാനാണ് ഇഷ്ടം. നാളെ ഒരിക്കൽ ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമായിരിക്കും, നമുക്കറിയത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, മണിയമ്മയ്ക്ക് വയ്യാണ്ടാവുന്ന ഒരു സമയത്ത് ഇവിടെ ശാലിനി ചേച്ചി കുടുംബമുണ്ട്. അവർ തന്നെ 6 പേരുണ്ട് ഈ വീട്ടിൽ. 6 പേര്, ഞാൻ, അച്ചാച്ചി, അമ്മ, ഞങ്ങളെല്ലാവരും കൂടെ എന്ന് പറഞ്ഞ് വീട് നിറച്ച ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതും അവിടെ നിൽക്കാമെന്നുള്ളൊരു തീരുമാനം എല്ലാം ആയത്. അപ്പോൾ മണിയമ്മയും കൂടെ വന്നാൽ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല, ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു തോന്നലുകൊണ്ടായിരിക്കാം. അപ്പം അവിടെ അമ്മയാണ് നോക്കാൻ പോയി നിൽക്കുന്നത്, അല്ലാണ്ട് വേറെ കറങ്ങി നടക്കുകയോ പോകുമ്പോൾ ഒന്നുമല്ല. ആ കൂട്ടത്തിൽ പഠിക്കുന്ന കൂട്ടത്തിൽ അവൾ അവിടെ അമ്മയെ നോക്കുന്നു. അമ്മൂൻ്റെ കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് മണിയമ്മയുടെ മോള്. അതായത് അമ്മൂൻ്റെ അമ്മയും തമ്മിലുള്ള ബന്ധം. അതായത് 1 മാസം മുന്നേ വരെ അവൻ നിന്നത് അവൻ്റെ അച്ഛൻ്റെ കൂടെയാണ്. അണ്ണാണി ഇവിടെ ഉണ്ടായിരുന്നു, അതായത് അവൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മു മാറി നിൽക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ണാണി ഇവിടെ എക്സാമൊക്കെ എഴുതി ജർമ്മൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജർമ്മനിക്കുള്ള പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ റാന്നിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പഠിച്ചൊരു എക്സാം എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ പഠിപ്പിച്ചതോ ഒന്നും അല്ല എക്സാമിന് വരുന്നതെന്ന് കണ്ടിട്ടാണ് പിന്നീട് തൊടുപുഴയിലേക്ക് മാറിയത്. 1 മാസമായിട്ടുള്ള അണ്ണാണി മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്. അതായത് കുഞ്ഞിൻ്റെ അച്ഛനെ അമ്മയും വിട്ടു നിൽക്കുന്നത് 1 മാസമായിട്ടേ ഉള്ളൂ.
അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ കംഫർട്ടബിൾ ആയിട്ടാണല്ലോ അവൻ നിൽക്കുന്നത്. ഇല്ലേ അവൻ എന്നും കരഞ്ഞിട്ടുണ്ടാവത്തില്ലേ അച്ഛനെ കാണണം അമ്മയെ കാണണം അങ്ങനെ ഇങ്ങനെയാണ്. ഞങ്ങളവനെ കൈവെള്ളയെ നടന്ന് തന്നെയാണ് നോക്കുന്നത്. എന്തായാലും അച്ഛനും അമ്മയ്ക്കും പകരം ആരും ആവില്ലെന്ന് പറഞ്ഞാലും പൊന്നുപോലെ ഞങ്ങൾ നോക്കുന്നുമുണ്ട്. പരമാവധി അവധിക്ക് അവൾ ഇങ്ങോട്ട് വരും, ഇല്ലേ ഇവിടുന്ന് അവനെ അങ്ങോട്ട് കൊണ്ടുപോകും. എല്ലാ ശനിയും ഞായറും അണ്ണാണി ഓടി വരുന്നുണ്ട് ഇവൻ്റെ അടുത്തേക്ക്, അല്ലേ ഇവനെയും കൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങളാന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഇവനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നിങ്ങളെന്നല്ല കുറച്ച് പേരെങ്കിലും ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അമ്മുവാണ്. അവളിപ്പോൾ എന്താ കുഞ്ഞിൻ്റെ പകുതി ക്ലാസ്സും കളഞ്ഞ് അല്ലെങ്കിൽ അവനെ കൊണ്ടിപ്പോൾ നിർബന്ധത്തിന് ഈ കമൻറ്റ് കാരണം കൊണ്ട് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഒന്നീ അമ്മുവിൻ്റെ ക്ലാസ് മുടങ്ങും. കാരണം അമ്മു ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവനെ മണിയമ്മയ്ക്ക് നോക്കാൻ പറ്റത്തില്ല. രാവിലെ അങ്ങ് സ്കൂളിൽ പോകുമല്ലോ വൈകിട്ട് വരുമല്ലോ എന്നല്ല, വന്നു കഴിഞ്ഞുള്ളൂ. അമ്മു ലേറ്റായിട്ടാണ് ക്ലാസ് കഴിഞ്ഞ് വരുന്നത്. ആ ഒരു സമയത്ത് കുഞ്ഞൊന്ന് വീണാലോ അല്ലെ അവനെ ഒന്ന് എടുക്കാനോ ഒന്നും അമ്മയ്ക്ക് പറ്റത്തില്ല. മണിയമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ പിന്നെ അവനെ നമ്മൾ ആരോഗ്യമുള്ളവരല്ലേ നോക്കേണ്ടത്. അല്ലെ പിന്നെ ഇവിടെ വന്ന് നിൽക്കാന്ന് വെച്ചാൽ അമ്മ അവിടെ ഒറ്റയ്ക്കായിപ്പോവും. അപ്പം ഇങ്ങനെയുള്ള കമൻറ്റുകൾ അവളെ എത്രത്തോളം വിഷമിപ്പിക്കുമെന്ന് ഓർക്കുക. അതുകൊണ്ടാണ് പരമാവധി ഞാൻ ആ വന്ന കമൻറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ വീട്ടുകാർ എല്ലാവരും സപ്പോർട്ട് ചെയ്തോണ്ട്. വേണമെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഈ പറയുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പറയത്തില്ല നീ ഇവിടെ നിന്നാൽ മതി, അല്ലെ അവളുടെ കെട്ടിയവന് പറയത്തില്ല നീ ഇവിടെ തന്നെ നിന്നാൽ മതി. അങ്ങനെയല്ല, ഞങ്ങളെല്ലാവരും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. കുഞ്ഞൊന്ന് കരഞ്ഞു, കുഞ്ഞൊന്ന് വിഷമിച്ചു, ഇപ്പോഴും ഞാൻ എടാപോടായി വിളിക്കുന്നവന് പ്രശ്നമില്ല. അന്നേരം അതൊരു മനോഹരമായ മൊമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത്. അല്ലേ പിന്നെ കൊച്ചു കരയുന്ന വീഡിയോ ഇട്ടിട്ട് എന്തോ കാര്യമാണ്. അവൻ അത്രയും ക്ലോസ് ആയിട്ട് ഞങ്ങളുമായിട്ട് ഇരിക്കുന്നു, അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, കരഞ്ഞിട്ടായാലും ചിരിച്ചിട്ടായാലും നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ആ ഒരു സന്തോഷം മറ്റുള്ളവരിലൂടെ എത്തിക്കണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. അതിനെ പിന്നെ അമ്മയെ കാണാനാണ് അല്ലെ അച്ഛനെ കാണാനാണ്, അതുവരെയൊക്കെ നമുക്ക് ഓക്കെ. ഇതിനപ്പുറത്തേക്ക് വളരെ മോശമായിട്ട് അമ്മുവിനെ ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള കമൻറ്റുകൾ കണ്ടപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. അമ്മു അതിൽ ഒളിച്ചു പോയിരിക്കുന്നതല്ല അവിടെ, ഞങ്ങളുടെ എല്ലാവരുടെയും അറിവോടുകൂടി തന്നെയാണ് അവിടെ ഉള്ളത്. അവൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടോ അമ്മു അവിടെ നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അമ്മു അണ്ണാണിയും പഠിക്കാൻ പോയതുകൊണ്ട് കൊച്ചു ഇവിടെ നിൽക്കുന്നതുകൊണ്ടോ ഞങ്ങൾ വീട്ടുകാർക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല. പിന്നത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുഞ്ഞാവയും കിടുവും തമ്മിലുള്ള ബന്ധം. ഞാൻ പറഞ്ഞല്ലോ, കിടു എന്ന് പറയുന്നത് അത്യാവശ്യം കുസൃതിയും കുരുത്തക്കേടും നല്ലോണം ഉള്ള ഒരു കുഞ്ഞാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും പേര് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കത്തില്ലേ, അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യത്തില്ലേ? ഇവനിപ്പോൾ ഒരു വിഷമം വന്നാലോ അല്ലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടി ആ ഗേറ്റ് തുറക്കാണ്ട് ഗേറ്റ് എടുത്ത് ചാടി മെയിൻ റോഡിലോട്ടൊരൊറ്റ ഓട്ടമാണ് ഇവൻ്റെ കുരുത്തക്കേട് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പോലെ ഒറ്റ വാതിൽ അവൻ തുറക്കൂല. ഹാഫ് ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് മേളിൽ കൂടെ വലിഞ്ഞു കയറി ഇപ്പുറത്ത് ചാടി ഗേറ്റ് ഇറങ്ങി പോകുന്നത്. വണ്ടി വരുന്ന റോഡൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ പൊതുവേ ചെറുതിലെ തൊട്ടേ ഇവനെ പറയുമ്പോൾ പറയും ആ മാമൻ അല്ലെ കുഞ്ഞാവേനെ ഇവന് പേടിയുണ്ട്. കുഞ്ഞാവെ മാത്രമേ ഇവന് ജീവിതത്തിൽ ഇത്തിരി പേടിയുള്ളൂ. അപ്പോൾ ആ ഒരു പൊതുവേ കുഞ്ഞാവ സൈലൻ്റായിട്ടിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ബഹളമോ വർത്തമാനമോ ഒച്ചപ്പാടോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇവൻ ആദ്യം തൊട്ടേ കുഞ്ഞാവാന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം ഒരു പേടിയുണ്ട്. അതിന് കുഞ്ഞാവ കൊച്ചിനെ ഇട്ട് ഇവിടെ പീഡിപ്പിക്കുവോ അങ്ങനെയോ ആ സംഭവം ഒന്നും അങ്ങനെയൊന്നും അല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നും ഇവനെന്താ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്, കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്താ മസിൽ പിടിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഭാഗമാണ് പറയുന്നത്, കാണുന്നവർക്ക് തോന്നുക എന്നുള്ളത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഞാൻ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നതേ ഉള്ളൂ. വെച്ച് കുഞ്ഞാവ ഇവിടെ ഇട്ട് കൊച്ചിനെ പീഡിപ്പിക്കുവോ അല്ലെങ്കിൽ വെരുട്ടുവോ കരയിപ്പിക്കുവോ മാത്രമല്ല, അവർ തമ്മിലുള്ള ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു പരിധിക്കപ്പുറം പിന്നെ എന്താ പറയുന്നത്, ഇവനെ കൊഞ്ചിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കുക സ്നേഹിക്കുക അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ കുഞ്ഞാവയുടെ രീതി അതായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലിരിക്കുന്ന മൊമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ കൊച്ചിനെ അതൊക്കെ ഒരു തരം. വേറൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ കിടുമോന് സന്തോഷമാണോ സങ്കടമാണോ? ഏടാ അതൊന്നും ഇങ്ങനെ കാണിക്കുന്നത്? പറ, സന്തോഷമാണോ സങ്കടമാണോ? കൊഞ്ചാണ്ട് പറഞ്ഞു സന്തോഷം. ഇവനോട് എന്തോ ചോദിച്ചിട്ട് എന്താ കാര്യം? അതിനെന്തറിയാം? അവനെ എന്താ പറയുന്നത്, അമ്മു വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മു പോയി കഴിയുമ്പോൾ പിന്നെ അമ്മുവിനെ കാണാനുള്ള കരച്ചിലോ അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ, അണ്ണാണി ഇവിടെ ഉണ്ട് അണ്ണാണി, ആരുണ്ടോ അവരുടെ കൂടെ എല്ലാം അവൻ അഡ്ജസ്റ്റ് ആകും. കുഞ്ഞിനെ തൊട്ടിങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് അതാണ്. അല്ലാണ്ട് മാമനും മോനും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ കാണുന്ന പോലത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ്റെ രീതി അതാണ്. അത് നമ്മളിപ്പം കുഞ്ഞാവോട് ഞാൻ പിന്നെ ഈ കൊമൻ്റൊക്കെ കാണുമ്പോൾ പറയും കുഞ്ഞാ ഇങ്ങനെയൊക്കെ ഏതാണ്ട് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം പറഞ്ഞു ക്യാമറ എടുക്കുമ്പോൾ അല്ലെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ സ്നേഹം പ്രകടിപ്പിച്ച് ഏതെങ്കിലും രീതി ചെയ്യുന്നതിലും നല്ലത് ഞാനുള്ളതുപോലെ ഞാൻ നിൽക്കുകയുള്ളൂ. അവനങ്ങനെ ആയിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും?
മാമൻ ഇതോടെ ഒട്ടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്ക്. നമുക്കത് എടുക്കല്ലേ. നമുക്ക് മാനിനെ ഒട്ടിക്കണം, സ്റ്റാർ ഒട്ടിക്കണം. ഒരു കാര്യം ഇച്ചിരിയൊക്കെ തരാം. 1 മിനിറ്റ് വർത്താനം പറയാമെങ്കിൽ തരാം. എല്ലാവർക്കും സുഖമാണോ ചോദിച്ചേ? ആ, എൻ്റെ മോൻ എന്തോ വിഷമമുണ്ടോ? എന്തുവാ വിഷമം എന്ന് പറഞ്ഞ് കേൾക്കട്ടെ. എന്താ വിഷമം? എന്നാ ആ വിഷമം കേട്ടിട്ടുള്ള കാര്യമുള്ളൂ. എന്തുവാ വിഷമം പറഞ്ഞേ? ഞാനിപ്പോ പറയുന്നത് അവൻ കേട്ടു. ഇപ്പൊ എടാന്ന് വിളിക്കുന്നില്ലല്ലോ. എപ്പോഴാടാ വിളിച്ചേ? ആ, ടോപ്പിക്ക് മാറി. അപ്പയുടെ പൊന്നാരാ? അപ്പയുടെ പൊന്നെ? അയ്യോ, ഉണ്ട് അട്ടക്കുഞ്ഞിരിക്കുന്നു. നോക്കി, അട്ടക്കുഞ്ഞ് ഇതെവിടെ കയറി പോവാ? അപ്പൊ ഈ കുഞ്ഞിന്റെ അമ്മ എവിടാണെന്ന് പുതിയ ആൾക്കാർക്കും സംശയമുള്ളവർക്കൊക്കെ മനസ്സിലായല്ലോ. ഈ കുഞ്ഞിന്റെ അമ്മേനെ നോക്കിയിട്ട് അവിടെ തന്നെ ഉണ്ട്. അമ്മയുടെ ക്ലാസ് കഴിയുമ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അമ്മൂന്റെ ക്ലാസ് കഴിയുമ്പോൾ അതൊരു വലിയ ചോദ്യമാണ്. അവൾ ഇങ്ങോട്ട് വരുവാണോ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോവാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. അണ്ണാണി ഉടനെ തന്നെ ജർമ്മനിയിലേക്ക് പോകും. പിന്നെ ക്ലാസ് കഴിയുമ്പോൾ അമ്മൂൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം 2 കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത്. ഒന്ന് കിടുവിനെ, ഒന്ന് മണിയമ്മേനെ. നമ്മൾ കുറേ തവണ പറഞ്ഞ മണിയമ്മയോട് ഇവിടെ വരാൻ പറഞ്ഞതാണ്. പിന്നെ ആശുപത്രിയിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് മണിയമ്മ അവിടെ തന്നെ ആയത്. എന്നാ ഇനി ചോദിക്കല്ലേ? നിന്റെ എല്ലാ കുരുത്തക്കെട്ടിനും ഞാൻ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നീ ഇങ്ങനെ വഷളാവുന്നത്. പിന്നെ ഇപ്പം എന്ത് പറയാനാ? ഞാൻ വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. രഹസ്യമാണ് അല്ലേ ഇടൂ? നമുക്ക് കുറച്ച് രഹസ്യമില്ലേ? എന്തുവാ രഹസ്യം? അതാണോ രഹസ്യം? കൊഞ്ചൽ ഇത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ. മര്യാദക്ക് പറയടാ. കെട്ടിപ്പിടിക്കും. ആരെ? അപ്പൊ മാമനെ കെട്ടിപ്പിടിക്കുമെന്നു. അപ്പൊ നിന്നെയോ? എടാ കള്ള, ആരുടെ കയ്യെ കിടന്ന് ഉറങ്ങുന്ന രാത്രി? ഞാനല്ല, നീ ആരുടെ കയ്യെ കിടന്ന് ഉറങ്ങുന്നേ? അപ്പ മാമന്റെ കയ്യെ കിടന്നു. നീ ആരുടെ കയ്യല്ല കിടന്നേ? എടാ ആരുടെ കയ്യല്ലടാ നീ കിടന്നുറങ്ങുന്നേ? ആ, എന്നാ രാത്രി ഇങ്ങുവാ കേട്ടോ. ആരുടെ കയ്യല്ല നീ കിടക്കുന്നേ? അയ്യോ, എവിടെ പോവാ? ഇതാണ് ഇവന്റെ പ്രശ്നം. കൊഞ്ചില് കൂടി കഴിഞ്ഞാൽ ഈ ഇമാതിരി കളിയാ. കാലും തലയൊക്കെ ഇടിക്കും. ഇതൊക്കെ പഠിച്ചാലോ? കുറേ ദിവസമായിട്ട് ഞാൻ ഒന്ന് വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ മടിയാണോ എന്തോ ഒരു ബുദ്ധിമുട്ട്. എടാ മാറാ. പിന്നെ വേറെ കുറേ വിശേഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറേ വിശേഷങ്ങളുണ്ട് പറയാനേ. പക്ഷെ ഞാൻ പറയാം. രഹസ്യമൊന്നുമല്ല, പക്ഷെ പറയാൻ സമയമാകുമ്പോൾ പറയാം. പിന്നെ എന്തോ ഉണ്ടൊരു സാധനം കാണിക്കാനുണ്ട്. അത് താഴെ പിന്നെ എടുത്തിട്ടൊക്കെ വരും. കൈയൊക്കെ മുറിഞ്ഞു. അപ്പം ഇന്ന് കരോളുകാർ വരും, നാളെയും കരോളുകാർ വരും. നമ്മൾ മുറ്റത്തെ ടാർപ്പയൊക്കെ അഴിച്ച് മാറ്റി. ടാർപ്പയെല്ലാം അഴിച്ച് മാറ്റിയിട്ട് മൊത്തം വൃത്തിയാക്കിയിട്ടോണ്ടിരിക്കുക. അറിയത്തില്ല. മോനൊരു കാര്യം ചെയ്യും, മാമനെ വിളിച്ചിട്ടോ നമുക്ക് മാനിനെ ഫിറ്റ് ചെയ്യാം. മാനിനെ അവിടെ പുറത്തൊട്ടിക്കാം. ബാക്കി ലൈറ്റ് ഇടാം. ലൈറ്റ് ഇടാനുണ്ട് ഇനി. അതെല്ലാം നമുക്ക് തൂക്കിയിടാം. മാമനോട് പുൽക്കൂട് ഉണ്ടാക്കുന്നില്ലേന്ന്? ഓക്കേ, ടാറ്റാ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവനില്ലാത്തൊരു നിമിഷം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അവനെ ഇവിടുന്ന് കൊണ്ടുപോകല്ലോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അവനില്ലാണ്ട് ഒരു ദിവസം പോലും പറ്റുന്നില്ലെന്നുള്ള അവസ്ഥയിലായി. പിന്നെന്താണ്, മാമൻ എൻ്റെ അടുത്ത്, അതായത് കുഞ്ഞാവ എന്നോട് മിണ്ടുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കുഞ്ഞിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്.
അതുകൊണ്ട് അത് നോക്കിയും കണ്ടും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കിപ്പം എൻ്റെ ഭർത്താവിനോട് ഇപ്പോൾ ഒരു അകൽച്ച കാണിക്കാനോ അല്ലെ അങ്ങനെയൊന്നും പറ്റില്ല. അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് സുലുവമ്മ കുറച്ച് ക്ലോസ് ആയി കഴിഞ്ഞാൽ അവനതും പ്രശ്നമാണ്, അപ്പോഴും വിഷമമാണ്. അണ്ണാണി എന്നോട് ക്ലോസ് ആയാലും അതും വിഷമമാണ്. അച്ചാച്ചി ഞാനുമായിട്ട് ഒരുപാട് കൂട്ടായെന്ന് അവന് തോന്നി അതും വിഷമമാണ്. അപ്പോൾ മാമനല്ല കുഞ്ഞാവയല്ല അവിടുത്തെ പ്രശ്നം. ഞാൻ ആരെങ്കിലുമായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ അവന് അതൊരു പ്രശ്നമാണ്. അത് ഇത്തിരി വലുതാകുമ്പോൾ അതങ്ങ് മാറിക്കോളും. അതിന് ഇപ്പോഴേ നമ്മൾ അവനെ അകറ്റി നിർത്തിയോ അല്ലെങ്കിൽ വിഷമിപ്പിച്ചോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അതൊരു ബാലൻസ് ചെയ്ത് നമ്മളത് കൊണ്ടുപോകുന്നുണ്ട്. എപ്പോഴും അവൻ്റെ കൂടെ ഉള്ളതല്ലേ നമ്മൾ, അന്നേരം അവനതിങ്ങനെ തോന്നുന്നതല്ലേ, അത് മാറിക്കോളും. അതൊക്കെ ഒരു കമൻ്റ് ഇട്ട് വലിയ കമൻ്റ് ഇട്ട് തീർക്കേണ്ട ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ആരോടെങ്കിലും ഒക്കെ ആയിട്ട് പൊസസീവ്നെസ് ഉണ്ടാവും. അവരുടെ അമ്മയായിട്ടോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു പൊസസീവ്നെസ് ഉണ്ടാവും. അതൊരിത്തിരി കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. വലുതാകുമ്പോൾ നമ്മൾ കുഞ്ഞിലെ എങ്ങനെയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതങ്ങനെ അങ്ങ് മാറിക്കോളും എന്ന് കരുതിയാൽ പോരെ. കാരണം ഒരാളൊരു മോശമായിട്ടൊരു കമൻ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചറ പറയാതെ അതിൻ്റെ വാല പിടിച്ച് കുറേ പേരങ്ങിടും. കൂടുതലും പുതിയ ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊന്ന് വിഷമമായിക്കോട്ടെ എന്നാണോ, അത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരിക്കലും ഒരമ്മ കുഞ്ഞിനെ നമ്മൾ ഒരു കാരണമില്ലാണ്ട് മാറ്റി നിർത്തത്തില്ല. അല്ലെ ഒരു കുഞ്ഞൊരു സേഫായ കൈകളിലല്ലെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. എത്ര മോശമായിട്ടാണ് പറഞ്ഞേക്കുന്നതെന്നറിയാം. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമ്മളൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി. ഞാനിനി പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. ശരിയായിട്ട് തോന്നുന്നവർ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ.